ഹലോ ഗായ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് പാത്തൂസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈറൽ ചിക്കൻ സാൻഡ്വിച്ചാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരേപോലെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇനി എന്തെല്ലാമാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ക്യാരറ്റ്, വറ്റൽമുളക്, വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കുക്കുംബർ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ആവശ്യത്തിന് ബ്രെഡ്, സ്ലൈസ് ചീസ് എന്നിവയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓണാക്കി ഇഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇഡലി തട്ട് ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് മയോണീസിന് ആവശ്യമുള്ള 2 മുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് ചിക്കൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ചിക്കൻ എന്തുമാത്രം കുക്കായിട്ടുണ്ടെന്ന്. എന്നാലും ഞാൻ ഒരു ഫോർക്കിട്ട് കുത്തി നോക്കിയതിന് ചിക്കൻ വെന്തിട്ടുണ്ടോയെന്ന്. ചിക്കൻ നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് ഈ ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത ചിക്കനെ നമുക്ക് സ്പൂണിട്ട് പൊടിച്ചോ അല്ലെങ്കിൽ ചോപ്പറിട്ട് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്പൂണിട്ട് പൊടിച്ചാണ് എടുത്തത്. പൊടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയിലെ ജാർ എടുക്കാം. അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 2 മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആവിയേറ്റി എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരു പീസ് ചീസ്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ എടുത്തത് നമുക്ക് അത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ക്യാരറ്റും സവാളയും തക്കാളിയും കുക്കുംബറുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്സിക്കവും വേറെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ 4 വെജിറ്റബിൾസാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഈ പേസ്റ്റും വെജിറ്റബിൾസും ചിക്കനും നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഒരു നുള്ള് പഞ്ചസാരയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടേസ്റ്റ് ബാലൻസ് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ബ്രെഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബ്രെഡിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 സാൻഡ്വിച്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ 2ൽ ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ബ്രെഡ് തിരിച്ച് മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്ര ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നിങ്ങളൊരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം, ഇൻഷാ അല്ലാഹ്.